ബിടെക് ഗ്രാജുവേറ്റ് ആണ് ഞാൻ. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ ബിടെക്. ഇത്രയും സിൻസിയറായിട്ട് ചെയ്യുന്നൊരു ജോലിയാണ് ഈ ഒരു ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ ചെടികളോടുള്ള ഇഷ്ടം. എന്നും ചെടികളുമായിട്ടാണ് ഞങ്ങളുടെ ഒരു ലൈഫ്. ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനലും പ്ലാൻ സെയിലും KSEB ഇത് മൂന്നും കൂടെ ഒന്നിച്ചാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അത് ചെയ്യാത്തതിന് കാരണം എന്ന് വെച്ചാൽ എനിക്കിത് മതി എന്നുള്ളൊരിതാണ്. ഹായ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇതുവരെ ഞാൻ ചെയ്യാത്ത ടൈപ്പ് ഒരു വീഡിയോയുമായിട്ടാണ് കേട്ടോ. ഒരു റിയാക്ഷൻ എന്ന് പറയുമ്പോൾ കമൻറ്റ് റിയാക്ഷൻ ഒന്നുമല്ല. അതായത് നമ്മുടെ പൊതുവെ യൂട്യൂബിലെ കമൻറ്റ് റിയാക്ഷൻ ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ, ഒരു രീതി ഉണ്ടല്ലോ പൊതുവെ. അപ്പോൾ ആ ഒരു കമൻറ്റ് റിയാക്ഷൻ അല്ല, കമൻറ്റ്സ് എന്തുകൂടെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ്, ഫേസ്ബുക്ക് ഒക്കെ. അപ്പോൾ അവിടെയൊക്കെ വന്നിട്ട് ആർക്കും എന്തും പറയാം, അതിനുള്ള ഫ്രീഡം അവർക്ക് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പലരും പല രീതിക്ക് കമൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഇന്നിവിടെ കുറച്ച് മെസ്സേജുകളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. എൻ്റെ വാട്സാപ്പിലേക്ക് വന്ന കുറച്ച് മെസ്സേജ്. അതെനിക്ക് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, കാരണം അതിൻ്റെ പേഴ്സണൽ നമ്പർ പേഴ്സണലായിട്ട് കൊണ്ടു നടക്കുന്നതാണ് വാട്സാപ്പ് എന്ന് പറയുന്ന സാധനം. അതിൽ വന്നിട്ട് തെറി വിളിക്കാനോ അല്ലെങ്കിൽ മോശമായി സംസാരിക്കാനോ ഒന്നും ആർക്കും ഒരു റൈറ്റും ഇല്ലയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് മെസ്സേജുകൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് അവർക്കുള്ളൊരു മറുപടി, അത് അവർക്ക് വാട്സാപ്പിൽ കുറേയൊക്കെ പറ്റുന്ന പോലെയൊക്കെ ഞാൻ വാട്സാപ്പിൽ കൊടുക്കാറുണ്ട്. പക്ഷേ 1-2 പേർക്കുള്ള മറുപടി വാട്സാപ്പിൽ കൊടുത്തിട്ട് കാര്യമില്ല. അത് ഇനിയും അങ്ങനെ മെസ്സേജുകൾ വരാതിരിക്കണമെങ്കിൽ ഞാൻ ഒന്ന് പബ്ലിക്കായിട്ട് പറയണം തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് കാണിച്ചു തരാം കേട്ടോ. എനിക്ക് അത് കേട്ടപ്പോൾ ഫസ്റ്റ് ഞാൻ മെസ്സേജ് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വന്നു. പിന്നെ അത് കണ്ടപ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്ക് ചിരിയല്ല, എനിക്ക് അയച്ച ഒരാളോട് എനിക്ക് സഹതാപം തോന്നുന്നു. കാരണം വിവരമില്ലായ്മയായിരിക്കും. നമ്മൾ ഇപ്പോൾ നിലവിൽ ഓർഡർ എടുക്കുന്നൊരു രീതി എന്ന് വെച്ചാൽ വീഡിയോസ് യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഇടാറുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കണ്ടിട്ട് ഓർഡറുകൾ വരും. ആ ഓർഡറുകൾ വരുന്നത് വാട്സാപ്പിലാണ്. നമുക്ക് യൂട്യൂബ് കമൻറ്റ് വഴി ഓർഡർ എടുക്കാൻ പറ്റില്ല. അതുപോലെ ഫേസ്ബുക്ക് മെസ്സേജ് വഴി ഓർഡർ എടുക്കുമ്പം അതിനൊന്നും കറക്റ്റ് എൻ്റെ ഒരു എളുപ്പമാണല്ലോ ഞാൻ നോക്കുക. ഞങ്ങളത് നോക്കുകയാണെങ്കിൽ ഫേസ്ബുക്കിൽ നിന്ന് നോക്കണം, ഇൻസ്റ്റ നോക്കണം. അപ്പോൾ എല്ലാം കൂടി ആകുമ്പം കറക്റ്റായിട്ടുള്ളൊരു ഇത് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ചൂസ് ചെയ്തൊരു രീതിയാണ് വാട്സാപ്പ്. അപ്പോൾ വാട്സാപ്പിലേക്ക് ആകുമ്പം എല്ലാവരും വാട്സാപ്പിലേക്ക് വന്നോളും. നമ്മളിപ്പോൾ ഒരു 3-4 കൊല്ലമായിട്ട് ഇതന്നെ ചെയ്യുവാണ്. അപ്പോൾ ഇതുവരെ അങ്ങനെ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും അങ്ങനെ വലിയ കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നിട്ടില്ല കേട്ടോ. നമ്മൾ കറക്റ്റ് ഓർഡറുകൾ വരുന്നു, ആർക്കും ഒരു പരാതിയില്ല, ഓർഡർ ചെയ്യുന്നു, പ്ലാൻസ് അയച്ചു കൊടുക്കുന്നു. ഒരു 15 ദിവസം എന്നൊക്കെ ആയിരുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പറഞ്ഞിരുന്നത്. അതായത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ, പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 15 ദിവസം കൊണ്ട് നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടും. അത് മാക്സിമം ടൈമാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഹോളിഡേയ്സ് വരും, പിന്നെ വേറെ എന്തെങ്കിലും പേഴ്സണൽ ബുദ്ധിമുട്ടുകളൊക്കെ വന്നാൽ പാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ 15 ദിവസം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു 15 ദിവസത്തിനുള്ളിൽ തന്നെ എല്ലാവർക്കും അയക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബറിലാണ് ഞങ്ങളത് എഡിറ്റ് ചെയ്തിട്ട് 20 ദിവസം ആക്കിയത്. കാരണം കുറച്ചൊരു ഡിലേ വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ അംഗീകരിക്കുന്ന കാര്യമാണ്, ഡിലേ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ഒരാൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 20 ദിവസം എന്ന് പറയുന്നത് 20ാമത്തെ ദിവസം അയക്കുള്ളൂ, അല്ലെങ്കിൽ 20 ദിവസം കഴിഞ്ഞിട്ട് അയക്കുള്ളൂ എന്നല്ല അതിൻ്റെ അർത്ഥം. അതിൻ്റെ ഉള്ളിൽ മാക്സിമം ടൈം 20 ദിവസം അതിൻ്റെ ഉള്ളിൽ അയക്കുന്നതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ കഴിഞ്ഞ 1-2 മാസമായിട്ട് ഒരിത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. ചിലത് 20 എന്നുള്ളത് 23 ആയിട്ടുണ്ട്, 25 ആയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ആവുന്ന സാഹചര്യങ്ങളിലൊക്കെ ഞാൻ പറയാറുണ്ട്, ഇന്ന കാരണം കൊണ്ട് വീഡിയോ ആയിട്ട് തന്നെ പറയാറുണ്ട്. അതുപോലെ പോസ്റ്റ് ഇട്ട് അറിയിക്കാറുണ്ട്. ഇപ്പോൾ ചിലർ ഇങ്ങോട്ട് ഒരുപാട് മെസ്സേജുകൾ ഓർഡർ ചെയ്തതിന് ശേഷം ഒരുപാട് മെസ്സേജ് ഇങ്ങോട്ട് വാട്സാപ്പിൽ അയക്കുന്നവരോട് പേഴ്സണലായിട്ടും പറയാറുണ്ട്, ഇന്ന കാരണം കൊണ്ട് അയക്കാൻ പറ്റിയിട്ടില്ല, സോറി, ഞങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ സംഭവിച്ച് പോയി എന്നുള്ളത് ഞങ്ങളത് ഏറ്റു പറയാറുണ്ട്. അല്ലാതെ അതൊന്നും പറയാതെ ഞങ്ങളെന്തോ ആയിക്കോട്ടെ എന്നുള്ള രീതിക്ക് നിങ്ങളെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയിട്ട് അങ്ങനെ നടക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഞങ്ങൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അറിയിക്കാറുണ്ട്. പിന്നെ ഈ ഓരോരുത്തർക്കും മെസ്സേജ് അയക്കുന്നതിലും എളുപ്പം ഒന്നിച്ചൊരു പോസ്റ്റ് ഇടുവാണെങ്കിൽ, എന്താണെങ്കിലും നിങ്ങൾ ഞങ്ങളെ വാട്സാപ്പിലേക്ക് വരുന്ന ഒന്നുകിൽ യൂട്യൂബിലെ വീഡിയോ കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്കിലെ പോസ്റ്റ് കണ്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെ പോസ്റ്റ് കണ്ടിട്ടായിരിക്കും. അപ്പോൾ ഈ 3 സ്ഥലങ്ങൾ വഴിയേ ഞങ്ങളിലേക്ക് എത്താൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇടും, ഇന്ന കാരണം കൊണ്ട് അയക്കാൻ പറ്റിയിട്ടില്ല, ഇത്ര പേർക്ക് പെൻഡിങ് വന്നു, സോറി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോസ്റ്റ് ഇടാറുണ്ട്. അപ്പോൾ കുറേ പേരൊക്കെ അത് മനസ്സിലാക്കുന്നുണ്ട് കേട്ടോ. ഒരു 90% ആൾക്കാരും അതിൽ ഓക്കെയാണ്. പക്ഷേ എല്ലായിടത്തും ഒരു സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടാൻ പറ്റാത്ത കുറച്ച് പേര് എന്ന് പറയുന്നവരൊക്കെ 1-2 പേരൊക്കെ ഉണ്ട് ഭയങ്കരമായിട്ട് നെഗറ്റീവ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആദ്യമൊക്കെ അങ്ങനത്തെ നെഗറ്റീവ് വരുമ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നിയിരുന്നു. കാരണം നമ്മൾ അത്രയും സിൻസിയറായിട്ട് ചെയ്യുന്നൊരു ജോലിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ പ്ലാൻ സെയിൽ തന്നെയാണ് ചെയ്യുന്നത്. വെറുതെ ഒരു വരുമാനത്തിന് വേണ്ടി അങ്ങനെയല്ല.
വരുമാനം ഉണ്ട് ഇല്ല എന്നല്ല, പക്ഷേ അതിനേക്കാളും ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ഈ ചെടികളോടുള്ള ഇഷ്ടം, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം വിറ്റിട്ട് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം നമ്മളിങ്ങനെ ചെടികൾ എപ്പോഴും നട്ടുകൊണ്ടിരിക്കുക, അതിങ്ങനെ പരിചരിച്ചുകൊണ്ടിരിക്കുക, എന്നും ചെടികളുമായിട്ടാണ് ഞങ്ങളുടെ ഒരു ലൈഫ് ഇപ്പം. അപ്പോൾ ആ ഒരു ഫീൽഡിനോട്, ഈ പൂക്കളോടും ചെടികളോടൊക്കെ ഉള്ള ഇഷ്ടം കൊണ്ട് ഞങ്ങൾ ഈ ഒരു ഫീൽഡിൽ തന്നെ ഫോക്കസ് ചെയ്യുകയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇത്രയും ആത്മാർത്ഥമായി ചെയ്യുന്ന ഒരു ജോലീനെ നെഗറ്റീവായിട്ട് ഇങ്ങനെ ചിലരൊക്കെ പറയുമ്പോൾ ഭയങ്കര വിഷമം തോന്നുന്നുണ്ട് ചില സമയങ്ങളിൽ. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നിടത്ത് അവിടെ ഭയങ്കര വെയിലും പിന്നെ വണ്ടീൻ്റെ ഭയങ്കര ഒച്ചയായിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് താഴേക്ക് വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും ഇഷ്ടപ്പെട്ട് ഒരു പാഷനായി കണ്ടുകൊണ്ട് ചെയ്യുന്നൊരു ജോലിയാണ് ഇത്, ചെടികളുമായിട്ടുള്ളൊരു ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നെഗറ്റീവ് പറയുമ്പോൾ ആർക്കും, നമ്മൾ ഇഷ്ടപ്പെട്ടൊരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ അത്രയും 100% സിൻസിയറായിട്ട് ജോലി ചെയ്യുമ്പം അതിനെ ഒരാൾ നെഗറ്റീവായിട്ട് നമ്മൾ മനസ്സിൽ ചിന്തിക്കാത്ത കാര്യങ്ങൾ പറയുക, നമ്മൾ തട്ടിപ്പ് ചെയ്യാതെ തട്ടിപ്പ് ചെയ്തു എന്ന് പറയുക, അപ്പോൾ അങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്നത് ശരിക്കും ഭയങ്കര വേദനയുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാനിപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമൊക്കെ വിചാരിക്കും ഇപ്പോൾ കമൻറ്റ് ഇടാനുള്ള സ്വാതന്ത്ര്യം ആർക്കും ഉണ്ട്, കമൻറ്റ് ഇട്ടോട്ടെ, കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമില്ലെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്താൽ പോലെ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ വാട്സാപ്പിലേക്കൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പം നല്ല ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വന്നൊരു മെസ്സേജ് കാണിച്ചു തരാം കേട്ടോ. വാട്സാപ്പിലേക്കാണല്ലോ എല്ലാവരും ചെടി ഓർഡർ ചെയ്യാൻ വേണ്ടി വരുന്നത്. വാട്സാപ്പിലേക്ക് എല്ലാവരും വരുന്ന പോലെ തന്നെ ഒരു ആൾ വന്നു, കസ്റ്റമർ എന്ന് പറയപ്പെടുന്ന ഒരാൾ വന്നു. എന്നിട്ട് അയാൾ വന്ന പാടെ തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു, പെട്രി ഉണ്ടോയെന്ന്. അത് മാന്യമായ രീതിക്ക് തന്നെ. എത്ര കളറുണ്ട്? ഇത് കൊറിയർ സർവീസ് ഉണ്ടല്ലോ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് സെക്സ് ആണോ? ഇത് കേടുകൂടാതെ ഇരുന്നോളൂ, പിടിച്ചോളൂ. വളരെ മാന്യമായ രീതിക്ക് അദ്ദേഹം ചോദിച്ചു, പെട്രി ഉണ്ടോ, വേണമായിരുന്നു, സക്സസ് ആവുമോ, വാങ്ങിയാൽ കേടുകൂടാതെ കിട്ടുമെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നമുക്ക് വാട്സാപ്പിലേക്ക് ആര് മെസ്സേജ് അയച്ചാലും ഞങ്ങളൊരു ഓട്ടോമാറ്റിക് മെസ്സേജ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വാട്സാപ്പ് ബിസിനസ് ഉപയോഗിക്കുന്ന എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണത്. അപ്പോൾ വാട്സാപ്പിലേക്ക് മെസ്സേജ് വരുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു വെൽക്കം മെസ്സേജ് കിട്ടും. അത് ഞങ്ങൾ ഓരോരുത്തർക്കും കുത്തിയിരുന്ന് അയക്കുന്നല്ല കേട്ടോ, അത് വാട്സാപ്പിൽ തന്നെയുള്ള ഓപ്ഷൻ ഉണ്ട്. ബിസിനസ് വാട്സാപ്പിൽ തന്നെയുള്ള ഓപ്ഷൻ ഉണ്ട്. സാധാരണ ഉപയോഗിക്കുന്ന വാട്സാപ്പിലല്ല, ബിസിനസ് വാട്സാപ്പിൽ തന്നെയുള്ള ഓപ്ഷൻ ഉണ്ട് ഓട്ടോമാറ്റിക് മെസ്സേജ് സെറ്റ് ചെയ്യാനുള്ള. അപ്പോൾ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത്. അപ്പോൾ അതിലുള്ളത് വെൽക്കം ടു വയനാടൻ ടച്ച് ഗാർഡൻ, ഇത്രയും മെസ്സേജ് വരുന്നുണ്ട്, അതുകൊണ്ട് റിപ്ലൈ കിട്ടുന്നവരെ മെസ്സേജ് അയക്കാതിരിക്കുക. വേണ്ട ചെടികൾ അതായത് കാറ്റലോഗ് പോയിട്ട് കാർട്ടാക്കി അയക്കുക. ചെടിയുടെ വിലയുടെ പുറമെ കൊറിയർ ചാർജ് വരും. ഓർഡർ ചെയ്ത് 20 ദിവസത്തിനുള്ളിൽ ചെടികൾ അയച്ചു തരും. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അപ്ഡേഷൻ വയനാടൻ ടച്ച് ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലാണ് ഇടുക. ഓർഡർ സ്റ്റാറ്റസ് അറിയാൻ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഇതാണ് ഞങ്ങളുടെ ഒരു വെൽക്കം മെസ്സേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലാരോടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും പറയുന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ അപ്ഡേഷൻ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ചാനൽ നോക്കുക. ഞങ്ങൾക്ക് ഇപ്പോൾ അതാണ് എളുപ്പമായി തോന്നുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയായിരുന്നു മെസ്സേജ്, വെൽക്കം മെസ്സേജ്. അപ്പോൾ അദ്ദേഹം അതിൽ പറഞ്ഞതുപോലെ തന്നെ കാറ്റലോഗ് പോയിട്ട് അവർക്ക് വേണ്ട പ്ലാൻസ് കാർട്ടാക്കിയിട്ട് അയച്ചു. അപ്പോൾ അവർ കാർട്ടാക്കി അയച്ചത് 2 പെട്രിയാണ് കേട്ടോ. ഇതുണ്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമായില്ല, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ഇതിൻ്റെ സ്ക്രീൻ റെക്കോർഡർ സൈഡ് കാണിക്കുന്നുണ്ട്. അപ്പം 3 പെട്രിയ അവരയച്ചു, കാർട്ടാക്കിയിട്ട് അയച്ചു. അപ്പോൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു 655 രൂപയാണ് കൊറിയർ ചാർജ് അടക്കം. അപ്പോൾ അവർ ഓക്കെ എന്നും പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, അതായത് ഒരാൾ കാർട്ടാക്കി അയച്ചാൽ നമ്മൾ പേയ്മെൻറ്റ് ഇത്ര രൂപയാണെന്ന് പറയും. ആ രൂപ അവർ ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ അടുത്ത സ്റ്റെപ്പ് ഞങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാനുള്ളതെല്ലാം ഇട്ട് കൊടുക്കുക. എല്ലാവരും ചെയ്യുന്ന ഇങ്ങനെ തന്നെയല്ല, ഞങ്ങൾ മാത്രമൊന്നുമല്ല, എല്ലാവരും ചെയ്യുന്ന ഇങ്ങനെ തന്നെയാണ്. പേയ്മെൻറ്റ് ചെയ്യാൻ അവർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ഗൂഗിൾ പേ നമ്പറോ അല്ലെങ്കിൽ സ്കാനറോ എന്താണുള്ളത് അത് ഇട്ട് കൊടുക്കും. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ ഇട്ട് കൊടുത്തു. അവർക്കൊരു മെസ്സേജും അതൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അതായത് ഒരാൾ ഓക്കെ പറഞ്ഞാൽ അവർക്ക് എന്താ അയക്കണം എന്നുള്ളത് ഞങ്ങൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ്. അല്ലാണ്ട് ഓരോരുത്തർക്കും ഇരുന്ന് ടൈപ്പ് ചെയ്യുന്നല്ല, അത് കോപ്പി പേസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഗൂഗിൾ പേ നമ്പർ, UPI ID ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അതിൻ്റെ താഴെ ആഡ് ചെയ്തതാണ് പൈസ ട്രാൻസ്ഫർ ചെയ്തതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്, 2 ഫോൺ നമ്പറും പിൻകോഡ് ഉൾപ്പെടുത്തി അഡ്രസ്സ് അയക്കണം എന്ന് പറഞ്ഞു. പിന്നെ തൊട്ടടുത്ത DTDCൻ്റെ പേര് അറിയുമെങ്കിൽ അതിൻ്റെ പേരും അല്ലെങ്കിൽ പിൻകോഡ് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ കറക്റ്റ് പിൻകോഡ് അയച്ചിട്ടില്ലെങ്കിലോ ഫോൺ നമ്പർ അയച്ചിട്ടില്ലെങ്കിലോ ഞങ്ങൾക്ക് എന്താണെന്ന് ചിന്തിച്ചാൽ പോരെ. അപ്പം നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങൾ ഓർഡർ ചെയ്ത ചെടികൾ ഡിലേ കൂടാതെ എത്തിക്കോട്ടെ, സേഫായിട്ട് എത്തിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് 2 ഫോൺ നമ്പർ വെക്കാൻ പറഞ്ഞു. ഇപ്പോൾ ഒരുപാട് പേരുണ്ട് ഒരു ഫോൺ നമ്പർ പോലും വ്യക്തമായി വെക്കാണ്ട് ചില 9 അക്കങ്ങളൊക്കെ വെച്ചിട്ട് ഫോൺ നമ്പർ അയക്കും.
അപ്പോൾ ഞങ്ങൾ അപ്പോൾ തന്നെ അത് നോട്ടീസ് ചെയ്ത് അവരോട് പറയും 10 അക്ക അല്ലേ ഫോൺ നമ്പർ, കറക്റ്റ് ഫോൺ നമ്പർ അയക്കുന്നത്. ചിലർ അപ്പോൾ തന്നെ തിരുത്തും. പിന്നെ ചിലർ DTDCൻ്റെ ഫോൺ നമ്പറൊക്കെ വെക്കുന്നവരുണ്ട്. അപ്പോൾ 2 ഫോൺ നമ്പർ നിങ്ങൾ വെക്കുമ്പോൾ ഗുണം എന്താ വെച്ചാൽ നിങ്ങളെ പ്ലാൻസ് നിങ്ങളെ തൊട്ടടുത്ത കൊറിയറിൽ വരുമ്പം ഒരു ഫോൺ നമ്പറിൽ നിങ്ങളെ വിളിച്ച് കിട്ടിയില്ലെങ്കിൽ അടുത്ത ആൾട്ടർനേറ്റീവ് നമ്പറിൽ വിളിക്കാമല്ലോ. അതിപ്പോൾ ഞങ്ങൾ മാത്രമല്ല, നിങ്ങളിപ്പോൾ ഒരു ആമസോൺ ആയിക്കോട്ടെ, ഫ്ലിപ്കാർട്ട് എവിടെ ആയാലും ഒരു ആൾട്ടർനേറ്റീവ് നമ്പർ അവർ ചോദിക്കാറുണ്ട്. നിങ്ങളത് വെക്കാറും ഉണ്ടാവും, ഞാനും വെക്കാറുണ്ട്. എൻ്റെ ഫോൺ ഓഫായി പോയി എങ്ങനെ ചെയ്താൽ വേറെ ആളെ വിളിച്ചിട്ട് അറിയിക്കാമല്ലോ കൊറിയർ വന്നിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി 2 നമ്പർ ചോദിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ നിങ്ങളെ നമ്പർ കിട്ടിയിട്ട് എനിക്ക് എന്ത് ചെയ്യാനാണ്? അപ്പം ആ മെസ്സേജിനുള്ള മറുപടിയാണ് കോമഡി. എനിക്ക് അന്നത് വിഷമം തോന്നി, പക്ഷേ എനിക്കിപ്പോൾ അത് വായിക്കുമ്പോൾ എനിക്ക് ചിരിയ വരുന്നത്. കാരണം അയാളുടെ വിവരമില്ലായ്മയാണ്. ഞാൻ കേൾപ്പിച്ചു തരാം. അഹങ്കാരം പാടില്ല, മനസ്സിലായോ? ഇത്ര ഓർഡർ കൂടുതലുണ്ടെന്ന് പറഞ്ഞ് ഇത്ര അഹങ്കാരം പാടില്ല. 2 നമ്പർ നിന്റെ അമ്മൂമ്മയുടെ ഇതൊക്കെ ബിസിനസ് ആണോ? തനിക്ക് ജീവിക്കണമെന്ന് ആഗ്രഹമില്ലേ? ഇതൊക്കെ അഹങ്കാരമല്ലേ? എന്തിനാ ഈ 2 നമ്പർ പിന്നെ എടുക്കാൻ പറ്റുന്ന മെസ്സേജ് മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ? അത്രയ്ക്ക് വലിയ ആളാ ഇയാള്. ഇങ്ങനെ പാടില്ല. എളിമയിൽ നിന്നേ വലിമ ഉണ്ടാവുള്ളൂ. ചില ഓർഡർ കൂടുതൽ ഈ സാധനത്തിന് കിട്ടിയെന്നും പറഞ്ഞ് ഇയാള് വലിയ ആളൊന്നും ആവില്ല. നമ്മള് ചെറുതാകും തോറും വലുതാവും. അത് ഓർത്തിരുന്നാൽ എനിക്ക് നല്ലത്. ഓക്കെ, ബൈ. ഇതാണ് അയാൾ അയച്ച മെസ്സേജ്. അത് വായിച്ചിട്ട് അയാൾ പോയി. ഞങ്ങൾ പിന്നെ ഇപ്പം ഒരുപാട് മെസ്സേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമായില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഇത്രയും മെസ്സേജാണ് ഇപ്പോൾ ഞങ്ങൾക്ക് വായിക്കാനുള്ളത്. ഈ എല്ലാ മെസ്സേജുകളും അയക്കുന്നവർ ഓർഡർ ചെയ്യില്ല. അതിപ്പോൾ ഒരു കടയിൽ ഒരു 100 പേര് കയറിയാൽ ഒരു 10 പേരല്ലേ അവിടെ നിന്ന് സാധനം വാങ്ങാൻ ചാൻസ് ഉള്ളൂ, അല്ലേ? എല്ലാവരും 100 പേരും പോയിട്ട് ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് പ്രത്യേകിച്ച് ഒരു നഴ്സറി ചെടീൻ്റെ കടയിൽ പോലെ എല്ലാവരും വാങ്ങുമൊന്നുമില്ല. വഴി കൂടെ പോകുന്നവരൊക്കെ കടയിൽ കയറും. അതിന് അത്രയ്ക്കും അത് വേണമെന്ന് ആഗ്രഹമുള്ളവരും പൈസയും കൊണ്ട് ഓക്കെ ആയവരും ഒക്കെ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇത് നമ്മളെ വീട്ടിൽ വളർത്താൻ പറ്റും അതൊക്കെ നോക്കിയിട്ട് മാത്രമേ എല്ലാവരും ചെടികളൊക്കെ ഓർഡർ ചെയ്യുള്ളൂ. അതൊക്കെ എനിക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെസ്സേജുകൾ അയക്കുന്നവരോട് അയക്കേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അത് വായിച്ചിട്ട് റിപ്ലൈ കിട്ടാൻ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം. അതാണ് ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറയുന്നത്. നിങ്ങൾ റിപ്ലൈ കിട്ടുന്നവരൊന്ന് വെയിറ്റ് ചെയ്യൂ. നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചിട്ട് വീണ്ടും മെസ്സേജ് അയക്കുമ്പോൾ അത് വീണ്ടും മേലേക്ക് പോയി അത് ഞാൻ എപ്പോഴും പറയും. വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക് അത് അറിയുന്ന കാര്യമാണ്. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ഒരാൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും അത് മേലേക്കാണ് പോയി കിടക്കുക. അത് ആർക്കാണോ അയക്കുന്നത് അവരുടെ വാട്സാപ്പിൽ ചാറ്റ് ലിസ്റ്റിൽ ഏറ്റവും മേലേക്കാണെന്ന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഒരാൾ സ്വാഭാവികമായിട്ടും ആദ്യം അയച്ച മെസ്സേജിനല്ലേ റിപ്ലൈ കൊടുക്കുക. അല്ലാണ്ട് ഏറ്റവും മേലെ ആരെ കിടക്കുക, ഏറ്റവും ലാസ്റ്റ് ആരെ മെസ്സേജ് അവർക്കാണോ ആദ്യം റിപ്ലൈ കൊടുക്കുക? അല്ലല്ലോ. പ്രത്യേകിച്ച് ഒരു ബിസിനസ് ചെയ്യുമ്പം ഏത് കസ്റ്റമർ ഫസ്റ്റ് വന്നോ അവർക്കാണ് നമ്മൾ ആദ്യം റിപ്ലൈ കൊടുക്കേണ്ടത്. അതിലിപ്പോൾ 2 ഫോൺ നമ്പർ വെക്കാൻ പറഞ്ഞതെന്നാണ് അയാൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അയാൾ പ്രതീക്ഷിച്ച പോലുള്ള റെസ്പോൺസ് ഞങ്ങൾ ഭാഗത്ത് കിട്ടിയിട്ടുണ്ടാവല്ലോ. പക്ഷെ ഞങ്ങളുടെ രീതി ഇതാണ്. ഞങ്ങൾ വളരെ മാന്യമായ രീതിക്ക് ഗൂഗിൾ പേ നമ്പർ കൊടുക്കുന്നു. എല്ലാം അതിൻ്റേതായ രീതിക്ക് ഒരുപാട് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത ഒരു ഫോർമാറ്റാണ് ഞങ്ങൾ വാട്സാപ്പിൽ ഇപ്പോൾ ഫോളോ ചെയ്യുന്നത്. അത്രയും ഞങ്ങൾക്ക് പറ്റുന്നുള്ളൂ. അതിന് തന്നെ പരിമിതിയുണ്ട് ഞങ്ങൾക്കറിയാം. പക്ഷെ അതിന് ഇത്രയും നെഗറ്റീവ് പറയേണ്ട ഒരു നെഗറ്റീവല്ല, ഇത്രയും വളരെ മോശമായ രീതിക്ക് അമ്മൂമ്മേനെയും അമ്മേനെയൊക്കെ വിളിക്കേണ്ട ആവശ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ യൂട്യൂബിലാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോ, കുഴപ്പമില്ല. പക്ഷേ ഇനിയിപ്പോൾ നിങ്ങൾ പൈസ അടച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നതെങ്കിലും അത് കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. കാരണം നിങ്ങളെ പൈസ ഞങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങൾ കൊറിയർ അയക്കാൻ ലേറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അത് ഞങ്ങൾ കേൾക്കണം. അതിന് ഞങ്ങളിങ്ങനെ റിയാക്ഷൻ വീഡിയോ ഒന്നും ആയിട്ടൊന്നും ഞങ്ങൾ വരില്ല. കാരണം ഒരാളുടെ പൈസ അവർക്ക് പ്രൊഡക്റ്റ് എത്രയും പെട്ടെന്ന് കിട്ടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി അവർ അയക്കുന്നു, ഞങ്ങളതിന് താമസം വരുത്തുന്നു. അപ്പോൾ അവരെന്ത് പറഞ്ഞാലും അത് കേൾക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. പക്ഷേ ഇയാൾ ഓർഡർ ചെയ്യാൻ വന്ന രീതിയാണത്. ഒരു സ്ഥലത്തേക്ക് കയറി പോകുമ്പോൾ ഇങ്ങനെയാണോ പോകേണ്ടത്? നമുക്കിപ്പോൾ ഒരു സാധനം വേണമെന്ന് തോന്നി നമ്മൾ അവരുടെ അടുത്ത് വാട്സാപ്പിലോ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയക്കുമ്പം അവരുടെ റിപ്ലൈക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇനിയിപ്പോൾ നമുക്ക് അവർ ഓക്കെ അല്ലാന്ന് നമ്മൾക്ക് ഇനിയിപ്പോൾ അവരുടെ സാധനം വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് മാറിപ്പോവുക, വേറെ ആളുടെ കയ്യിൽ നിന്ന് വാങ്ങുക. താല്പര്യമുള്ളവർ, അതായത് നമ്മൾ സിൻസിയർ ആണെന്ന് വിശ്വാസമുള്ളവർ, ട്രസ്റ്റ് ഉള്ളവർ മാത്രം വന്നാൽ മതി. ഞാനിപ്പം ഈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബ് വഴി തന്നെ ചെയ്യുന്നതുകൊണ്ട് പബ്ലിക്കായിട്ട് തന്നെയാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നത്. അപ്പോൾ അതിലിപ്പോൾ യൂട്യൂബിലൊക്കെ കയറിയിട്ട് എനിക്കിങ്ങനെ എൻ്റെ വീട് എവിടെയാണെന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ലൊക്കേഷൻ എല്ലാം അതിലുണ്ട്. അപ്പോൾ ഇങ്ങനെ പച്ചക്കിന്ന് ഞാൻ സംസാരിക്കുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു തട്ടിപ്പ് ആയിട്ട് എനിക്ക് ബിസിനസ് കൊണ്ടുപോകാൻ പറ്റും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അതിൻ്റെ ആവശ്യം എനിക്കില്ല. നമുക്ക് ഇതിൽ നിന്ന് വളരെ ചെറിയൊരു വരുമാനം കിട്ടുന്നു. ആ ഒരു വരുമാനത്തിൽ സാറ്റിസ്ഫൈഡായി ജീവിക്കുന്നു. അതായിരുന്നു ഞങ്ങളുടെ ഒരു പ്ലാനും. നമ്മൾ കുറച്ച് കിട്ടുന്ന പൈസ ചെറുതാണെങ്കിലും നമ്മൾ ഹാപ്പിയായി ജീവിക്കുക, 100% സാറ്റിസ്ഫാക്ഷനോട് കൂടി ജീവിക്കുക എന്നുള്ളൊരു ആശയമായിരുന്നു എനിക്ക് പണ്ടേ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഫീൽഡ് തിരഞ്ഞെടുത്തത്.
ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണലി എൻ്റെ ഒരു ക്വാളിഫിക്കേഷനും എൻ്റെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റീസൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ ബിടെക് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിൽ ബിടെക് ബിരുദം നേടിയ ആളാണ്. അപ്പോൾ ഞാൻ ആ ഒരു പഠിച്ച ഇത് വെച്ചിട്ട് ഒരു എൻജിനീയറിങ് ക്വാളിഫിക്കേഷനുള്ള ഇത് വെച്ചിട്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയ സമയത്തും കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം വരെ ഞാൻ KSEBയിൽ വർക്ക് ചെയ്യായിരുന്നു. ഞാൻ KSEBയിൽ വർക്ക് ചെയ്തുകൊണ്ട്, അതായത് പാരലാക്കിയിട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ യൂട്യൂബ് ചാനലും പ്ലാൻ സെയിലും KSEBയും ഇത് മൂന്നും കൂടെ ഒന്നിച്ചാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ കോൺട്രാക്ട് ബേസിലായിരുന്നു കേട്ടോ. കാരണം പെർമനൻ്റായി കയറിയതല്ല, കോൺട്രാക്റ്റ് ആയിരുന്നു. നമുക്ക് ആ സമയത്ത് എക്സാമൊന്നും വിളിച്ചിട്ടുണ്ടായിരുന്നില്ല KSEBയിൽ. ഇപ്പോൾ ഈ വർഷമൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, നമ്മൾ ഈ ഒരു ഫീൽഡ് ഫോക്കസ് ചെയ്തതുകൊണ്ട്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ ഞാൻ പഠിച്ചിറങ്ങിയ സമയത്ത് ടെക്നിക്കൽ ഇതൊന്നും വന്നിട്ടില്ല, PSC ആണെങ്കിലും ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എവിടെയും ഗവൺമെൻറ്റിൽ അപ്ലൈ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കോൺട്രാക്ട് ബേസിൽ അങ്ങനെ പോകുമായിരുന്നു. കുഴപ്പമൊന്നുമില്ലാത്തൊരു വരുമാനമൊക്കെ കിട്ടി പഠിച്ച ജോലി തന്നെ ചെയ്തിങ്ങനെ വരുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒപ്പം ഈ പ്ലാന്റിൻ്റെ ലൈഫും കൂടി ഇതും കൂടെ തുടങ്ങിയപ്പോൾ മൊത്തമായിട്ട് അത് ഒറ്റയടിക്ക് അങ്ങ് നിർത്തി. ഇനി ഫീൽഡേ വേണ്ടെന്നുള്ള ഇതോടുകൂടി ഈ ഒരു ഫീൽഡിലേക്ക്, ചെടീൻ്റെ ഇതിലേക്ക് ഞാൻ വരികയായിരുന്നു. അപ്പോൾ അതിനുള്ള കാരണം വെച്ചാൽ എനിക്ക് ഇതിനോടുള്ള ഇഷ്ടമാണ്. ഞാൻ 4 കൊല്ലം കുത്തിയിരുന്ന് കഷ്ടപ്പെട്ട് പഠിച്ച് ഉണ്ടാക്കിയൊരു ഡിഗ്രിയാണ് ബിടെക് എന്നുള്ളത്. അത് നല്ല മാർക്കോട് കൂടി പാസ്സായി എനിക്ക് ആ ഫീൽഡിൽ എനിക്ക് ജോലി കിട്ടും. ഇപ്പോൾ ഒരുപാട് എക്സാം വിളിക്കുന്നുണ്ട്, PSC ഒക്കെ ആണെങ്കിലും എൻജിനീയറിങ് ജോബുകൾ ഇപ്പോൾ ഒരുപാട് വിളിക്കുന്നുണ്ട്. ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക്കൽ ആ ഒരു ഫീൽഡിൽ കുറേ ഇത് വരുന്നുണ്ട്. പക്ഷേ ഞാനത് അപ്ലൈ ചെയ്തിട്ടില്ല. അപ്ലൈ ചെയ്യാത്തതിന് കാരണം എന്ന് വെച്ചാൽ എനിക്കിത് മതി എന്നുള്ളൊരിതാണ്. അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് വെച്ച് നമ്മൾ താഴെ നിന്നാണ് വളരേണ്ടത്, ഞാനങ്ങ് വലിയ ആളായിപ്പോൾ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ ഞാൻ അത് വിട്ടിട്ടിത് ചെയ്യുമ്പോൾ അത് ഏതാണ് ശരി? ഞാൻ വലിയ പൈസ ഉള്ള വീട്ടിൽ ജനിച്ചതോ ഒന്നുമല്ല. ഞാൻ വളരെ സാധാരണ വളരെ പാവപ്പെട്ടൊരു വീട്ടിൽ ജനിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് മാർക്ക് വാങ്ങി എൻജിനീയറിങ്ങിന് ചേർന്ന് അങ്ങനെ അന്ന് എനിക്ക് എൻജിനീയർ ആവാനായിരുന്നു ഇഷ്ടം. ഞാൻ 10ൽ പഠിക്കുമ്പോഴും +1 +2 ആകുമ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ആര് വെച്ചാൽ ഞാൻ എൻജിനീയർ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു നന്നായി എൻജിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു ഇത് നല്ലൊരു ഇത് ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷേ പിന്നെ എനിക്ക് അത് പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ പറയുക, നമ്മൾ ആഗ്രഹിച്ച ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് ആ ഒരു ഇതിൽ നിന്ന് കിട്ടുന്നില്ല. വയനാടുള്ള ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് മാനന്തവാടിയിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഇതൊക്കെ പറയേണ്ട ഒരു ആവശ്യം എന്ന് വെച്ചാൽ എനിക്ക് പറയേണ്ടി വന്നതാണ്. ഇങ്ങനെ ഓരോരുത്തർ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇതാണ്, നിങ്ങൾ തട്ടിപ്പ്, നിങ്ങൾക്ക് പൈസയാന്നുള്ള ആഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു പോകണം. ഞാൻ ഇതുവരെ എവിടെയും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഇതിൽ യൂട്യൂബിൽ വന്നിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഇത് പഠിച്ചതാണ്, ഞാൻ അത് വിട്ടിട്ടത് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം അത് എൻ്റെ ഒരു തൃപ്തിയാണ്. ആ ഒരു തൃപ്തിയിൽ ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നതായിരുന്നു. പക്ഷേ ഇത് ഞാനിപ്പം അറിയുന്നുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ, നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് കരുതി തന്നെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇതിലും നല്ല സ്റ്റാൻഡേർഡ് ജോലി കിട്ടും. അപ്പോൾ ആ ഒരു ഞാൻ ഇപ്പോൾ ഈ മണ്ണിൻ്റെ ഇടയിൽ കിടന്ന് ചാണകവും കുഴച്ച് ചാണകവും മണ്ണും മണലെല്ലാം കൂടെ കൈയും വെച്ച് മിക്സ് ചെയ്ത് ഫുൾ ടൈം ഡ്രസ്സിലൊക്കെ മണ്ണുമായി ചളിയായി കയ്യിലും കാലിലൊക്കെ ചളിയാക്കി ചെടി നട്ട് നടക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഇതിനോടുള്ള ഇഷ്ടമാണ്. അല്ലാതെ എനിക്ക് വേറെ ജോലി കിട്ടാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇതിൽ നിന്ന് തട്ടിപ്പ് നടത്താനുള്ള ആഗ്രഹം കൊണ്ടോ ഒന്നുമല്ല. എനിക്ക് ഈ ഒരു ജോലിയോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ എൻജിനീയറിംഗ് ജോലി വിട്ടിട്ട് ഞാൻ ഈ ഒരു ഫീൽഡ് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തുടക്കത്തിലൊക്കെ ഈ ഒരു ഇത് തുടങ്ങിയപ്പോൾ നമ്മൾ ഈ ഒരു കൊറോണേൻ്റെ കുറച്ച് ആ ഒരു സമയത്ത് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങി, ചെടികളുടെ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങി. അപ്പോഴും ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് മറ്റേ എൻ്റെ ഇതിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു, എക്സാമിനൊക്കെ വേണ്ടി തന്നെയായിരുന്നു ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് പഠിച്ചത് വെച്ചിട്ടുള്ള. പക്ഷേ പിന്നെ ഞാൻ ഈ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങി, ചെടീൻ്റെ ഒക്കെ ഇട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ചെടികൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. എനിക്കിഷ്ടമായിരുന്നു കേട്ടോ, ചെടികൾ എനിക്കിഷ്ടമാണ്. അപ്പം അതൊരു മെയിൻ ഫോക്കസാക്കി മാറ്റുമെന്ന് ആ കാലത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ സമയത്ത് ഞാനിങ്ങനെ പലതരത്തിലുള്ള വീഡിയോസൊക്കെ ഇട്ട് പിന്നെ അത് ചെടികളുടെ വീഡിയോസാണ് കൂടുതൽ പേര് കാണുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ചെടിയിലേക്ക് ഫോക്കസ് ചെയ്ത് അപ്പോഴാണ് എനിക്കിങ്ങനെ എന്താ പറയുക, എൻ്റെ മൈൻഡ് ഇങ്ങനെ മാറിത്തുടങ്ങി. നമ്മൾ മെച്യൂർ ആവുന്നതിനനുസരിച്ച് നമ്മളുടെ മനസ്സിലിങ്ങനെ ഇത് മാറി മാറി വരുമല്ലോ. അതായത് ഏതാണ് എനിക്കിഷ്ടപ്പെട്ടത്, എൻ്റെ ഒരു പാഷൻ ഞാൻ കണ്ടുപിടിച്ചെന്നുള്ളത് പോലെയായിരുന്നു ഞാൻ ഈ ഒരു ചെടികളുടെ ഇത് കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി. ഞാൻ വീട്ടിലാണെങ്കിലും കുറേ ചെടികളൊക്കെ നട്ട് വളർത്തി നല്ലൊരു ഗാർഡനൊക്കെ ആക്കി. അപ്പോൾ ഞാൻ ആ ഗാർഡൻ്റെ വീഡിയോസൊക്കെ ഇങ്ങനെ ഇട്ട് തുടങ്ങി. അങ്ങനെ കുറേ പേരൊക്കെ എന്നോട് ചെടികളൊക്കെ ചോദിച്ചു തുടങ്ങി. അപ്പോൾ ആ തുടക്കത്തിലൊക്കെ കമ്പുകളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. കാരണം ചെറിയ ചെറിയ തൈകളൊന്നും നമ്മുടെ കയ്യിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പോൾ ഒരു കമ്പ് എവിടുന്നെങ്കിലും കിട്ടിയാൽ ഏതെങ്കിലും വേറെ വീട്ടിലൊക്കെ പോയി ഇഷ്ടപ്പെട്ട ചെടിയൊക്കെ കാണുകയാണെങ്കിൽ ഞാൻ അതിന് കമ്പ് വാങ്ങിക്കൊണ്ടുവരിക, അതിനെ നട്ട് വളർത്തുക, ആ കമ്പ് വളർന്ന ചെടിയാക്കുക. അതൊക്കെയായിരുന്നു നമ്മൾ ഒരു ഇത് സൈഡായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ആ സമയത്ത്. അപ്പോൾ
അതിൽ നിന്ന് ഡെവലപ്പായി പിന്നെ ആൾക്കാർക്ക് ചെടികൾ വേണം, നമ്മുടെ ഗാർഡനിലുള്ള കുറേ ചെടികൾ പല സ്ഥലത്തും ഇല്ലയെന്ന് മനസ്സിലാക്കിയപ്പം കുറേ പേര് ഈ വള്ളി റോസിൻ്റെ ഒക്കെ വീഡിയോ നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ മനസ്സിലാവും. നിങ്ങൾ യൂട്യൂബിൽ ക്രീപ്പിംഗ് റോസ് എന്ന് അടിച്ച് നോക്കുക, അല്ലെങ്കിൽ വള്ളി റോസ് എന്ന് അടിക്കുക, ക്ലൈംബിംഗ് റോസ് എന്ന് അടിച്ച് നോക്കുക. ഫസ്റ്റ് വരുന്ന വീഡിയോ നമ്മുടെ ചാനലിലെ വീഡിയോ ആണ്. കാരണം ആ സമയത്തൊന്നും എവിടെയും കേരളത്തിൽ എവിടെയും ഇംഗ്ലീഷ് ചാനലുകളിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വള്ളി റോസ്. അല്ലാതെ കേരളത്തിൽ എവിടെയും വള്ളി റോസ് ഇല്ല. ഞാൻ വെറുതെ പറയുകയാണെങ്കിൽ നിങ്ങളൊന്ന് അടിച്ച് നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. വയനാടൻ ടച്ച് ഗാർഡനാണ് ഫസ്റ്റ് ടൈം യൂട്യൂബിൽ മലയാളത്തിൽ ക്ലൈംബിംഗ് റോസിൻ്റെ വീഡിയോ ഇട്ട്. അത് എൻ്റെ വീട്ടിലത്തെ റോസായിരുന്നു. ആ റോസ് നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും അത് എത്ര ഭംഗിയിലാണ് വിരിഞ്ഞ് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ തൈകൾ ഒരുപാട് പേര് ചോദിച്ചു, പക്ഷെ അതിൻ്റെ തൈകൾ അന്നുണ്ടായിരുന്നില്ല. കാരണം ഞാനൊരു വീഡിയോ എൻ്റെ വീട്ടിലുള്ള ഒരു റോസ് ഞാൻ നട്ട് പരിപാലിച്ച് പൂക്കളാക്കിയ ഒരു റോസിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടതാണ്. എനിക്ക് അത്രയും ഭംഗി തോന്നിയിട്ട്. അപ്പോൾ അതിൻ്റെ കമ്പുകൾ കുറേ പേര് ചോദിച്ചു. ഞാൻ എന്ത് ചെയ്തു, കമ്പുകൾ അയച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇഷ്ടപ്പെട്ട് ചോദിക്കല്ലേ, നമുക്കിപ്പോൾ ഒരു ചെടി ഇഷ്ടപ്പെട്ടാൽ അത് കിട്ടാനുള്ളൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ. എനിക്കത് അറിയുന്നതുകൊണ്ട്, എനിക്ക് ആ ഫീലിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അയച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കമ്പുകൾക്ക് ഓർഡർ വന്നു തുടങ്ങി. അങ്ങനെ പിന്നെ ഈ കമ്പുകൾ ചോദിക്കുന്നതിനൊപ്പം പലരും പല വീഡിയോസും കണ്ടിട്ട് ഈ ചെടിയുണ്ടോ അങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമ്മളെ വീട്ടിലുള്ള ചെടികൾ ചെറിയ വിലയ്ക്ക്, അന്ന് ഞാൻ വള്ളി റോസിൻ്റെ കമ്പ് കൊടുത്ത് 10 രൂപയ്ക്ക്. അപ്പോൾ ഒരു 10 രൂപേൻ്റെ കമ്പ് 80 രൂപ കൊറിയർ ചാർജും കൊടുത്ത് ഞാൻ അയച്ചിട്ടുണ്ട്. അത് വാങ്ങാൻ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ തുടക്കത്തിലൊക്കെ 10 രൂപയ്ക്കായിരുന്നു ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത്. കിട്ടുന്നതിനേക്കാളും അത് നിങ്ങൾക്ക് തരുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, ആ ഒരു കമ്പ് നിങ്ങളിലേക്ക് എത്തിക്കുക, ആ ഒരു വള്ളി റോസ് നിങ്ങളുടെ വീട്ടിലും കൂടെ വരുത്തുക എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് തുടങ്ങിയ ഒരു പരിപാടിയാണിത്. പിന്നെ എന്തൊക്കെ ചിലർ പറഞ്ഞു അതിൻ്റെ തൈയാക്കി തരുമോ, കമ്പ് നടാൻ അറിയില്ല അതുകൊണ്ട് തൈയാക്കി തരുമെന്ന് വെച്ചപ്പോൾ തൈയാക്കി തുടങ്ങി. ആ കമ്പ് ഞാൻ തന്നെ എടുത്ത്, അതൊക്കെ നമ്മളെ തുടക്കത്തിലെ വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വള്ളി റോസിൻ്റെ കമ്പെടുക്കുന്നതും അത് തയ്യാക്കുന്നതും. അത് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്, അന്ന് ഞാൻ കസ്റ്റമർ എന്നുള്ള രീതിക്ക് ആരും കണ്ടിട്ടില്ല കേട്ടോ. സബ്സ്ക്രൈബേഴ്സും തന്നെ പറഞ്ഞത് അതൊരു സെയിലായിട്ടോ ഒന്നും ഞാൻ കരുതിയിട്ടില്ല. അതായത് ഒരു 10 രൂപ നമുക്ക് കൊറിയർ അയക്കാനുള്ളൊരു ബുദ്ധിമുട്ടിൻ്റെ പേരിൽ ഞാൻ ഒരു കമ്പിന് 10 രൂപ വാങ്ങുന്നു. അത് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വാങ്ങിയ ഒരുപാട് പേരുണ്ട്. അവരിപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ്. എല്ലാവരുമായിട്ടും കോൺടാക്റ്റ് ഉണ്ട്. ആ സമയത്തുള്ള ആൾക്കാർ കേട്ടോ, ചെടികൾ വാങ്ങിയിട്ടുള്ളവർ. അപ്പം ഇത്രയൊക്കെ പറയേണ്ടത് എന്താ, ഞാനിപ്പോൾ തുടങ്ങിയത് എവിടെയെന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഒരു തുടക്കം. അത് കഴിഞ്ഞ് പിന്നെ ചെടി വേണമെന്ന് പറഞ്ഞുകൊണ്ട് ചെടിയാക്കി തുടങ്ങി. അപ്പോൾ ചെടിയാക്കി പിന്നെ ആൾക്കാരിങ്ങനെ കൂടി വന്നു കേട്ടോ. ഇങ്ങനെ അയച്ചു തുടങ്ങിയപ്പം നമ്മളിപ്പോൾ ഒരു 100 കമ്പ് ഒന്നിച്ച് നട്ടാൽ 100 എണ്ണം പിടിക്കില്ല, ഒരു 50-60 പിടിക്കും, ബാക്കി കമ്പാണെങ്കിൽ ഇപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റണ്ട, അതായത് തികയാണ്ട് വന്നു. ഇപ്പോൾ ചോദിക്കുന്നവർക്ക് കൊടുക്കാൻ പറ്റാതിരുന്നൊരു അവസ്ഥയില്ല, അത് ഭയങ്കര അവസ്ഥയായിരുന്നു. അങ്ങനെ ചെടികൾ നമ്മൾ അന്വേഷിച്ച് ഈ ചെടി എവിടെയാണ് കിട്ടുന്നത് ആ സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് നമ്മൾ ചെടി എടുത്തിട്ട് അയക്കാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ ഇതൊന്ന് ഒരു വയനാടിൻ്റെ ഗാർഡൻ എന്നുള്ളത് ഒരു എന്താ പറയുക, ഒരു അങ്ങനത്തെ ഒരു ഇതിലേക്ക് മാറിയത്. അല്ലെങ്കിൽ ജസ്റ്റ് ഒരു യൂട്യൂബ് ചാനൽ എന്നുള്ളതിൽ ഒതുങ്ങിയതായിരുന്നു. പിന്നെ ഞാനിതിനെ ഒരു ഓൺലൈൻ രീതിക്ക് തന്നെ, അതായത് ഓൺലൈൻ സെല്ലിംഗ് എന്നുള്ള രീതിക്ക് തന്നെ ആക്കി മാറ്റി. അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിങ്ങനെ അപ്പോൾ ആ സമയത്ത് കൊറോണയായിട്ട് കുറച്ച് ദിവസം വീട്ടിലൊക്കെ ഇരുന്ന് അങ്ങനെ ആയപ്പോൾ എനിക്ക് ഈ ചെടിയായിരുന്നു എല്ലാം, ഫുൾ ടൈം ചെടി നടുക. അപ്പോൾ ആ സമയത്ത് എല്ലാവരും അങ്ങനെയായിരുന്നല്ലോ, ചെടീനോട് ഭയങ്കരമായിട്ട് അടുത്തൊരു സമയമായിരുന്നു എല്ലാവരും. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ അതിന് മുമ്പും ചെടി നടലും ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ആ സമയത്ത് ഫുൾ ടൈം ഇതിലേക്ക് മാറി എന്നാണ് അർത്ഥം, അല്ലാണ്ട് അപ്പോൾ തുടങ്ങി എന്നല്ല അർത്ഥം. ചെടി വീട്ടിൽ നടലും പരിപാലിക്കലും അതിന് മുമ്പേ ഉള്ളതാണ്. പക്ഷേ ഈ ഒരു ഫുൾ ടൈം 24 മണിക്കൂർ ചെടി എന്നുള്ള ചിന്ത വന്നത് കൊറോണ സമയത്താണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം യൂട്യൂബ് ചാനലും കൂടി ആയപ്പോൾ ഭയങ്കര നമ്മളേതൊരു നല്ലൊരു കാലമായിരുന്നു അത്. കൊറോണേൻ്റെ ഒക്കെ പ്രശ്നം നടക്കുന്നുണ്ടെങ്കിലും വേറെ നാട്ടിലുള്ള ആൾക്കാർ നമുക്ക് മെസ്സേജ് അയയ്ക്കുക, കമൻറ്റ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെട്ടു, സംസാരം ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ പേര് മോളോട് സംസാരിക്കുക, അനിയത്തിമാരോട് അങ്ങനെ ഫ്രണ്ടായിട്ട് വരുന്നവർ. അപ്പോൾ ആ രീതിക്കൊക്കെ കുറേ അമ്മമ്മമാരും അനിയന്മാരൊക്കെ വന്നിട്ട് ഇങ്ങനെ എന്നോട് സംസാരിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര നല്ലൊരു കാലമായിരുന്നത്. അങ്ങനെ ഞാൻ യൂട്യൂബിനെ ഒന്നുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ ആഗ്രഹിച്ച് അങ്ങനെ യൂട്യൂബ് ചാനലും ഈ ചെടീൻ്റെ സെയിലും എല്ലാം കൂടെ ഒന്നിച്ച് കൊണ്ടുപോയി. പിന്നെ അത് കഴിഞ്ഞ് ആ സമയത്ത് തന്നെ KSEBയും എല്ലാം കൂടെ ഒന്നിച്ചിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെയാണ് കുറച്ചധികം ആൾക്കാർ വന്നപ്പോൾ നമുക്ക് പറഞ്ഞ സമയത്ത് അയക്കാൻ പറ്റാണ്ടിരിക്കുകയും, അതുപോലെ എന്താ പറയുക, ഫുൾ ടൈം, അതായത് പകൽ മൊത്തം രാവിലെ 8 മണിക്ക് KSEBയിൽ പോകണമായിരുന്നു. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് അവിടെ ഡ്യൂട്ടി. അപ്പോൾ 5 മണി കഴിഞ്ഞ് വീട്ടിലെത്തുമ്പം 6:30 ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ചെടീൻ്റെ ഒന്ന് നോക്കാനോ വീഡിയോ എടുക്കാനോ സമയം കിട്ടാണ്ടായി. വൈകുന്നേരം ആ സമയത്തൊന്നും നമുക്ക് ഈ ക്യാമറ എടുത്തോ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല. പിന്നെ രാവിലെ ആണെങ്കിൽ 8 മണിക്ക് ഡ്യൂട്ടി എന്ന് പറയുമ്പോൾ 7:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി
ആ സമയത്തൊന്നും വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, രാവിലെ ഫ്രഷായി പോകാന്നുള്ളത് നടന്നിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂട്യൂബിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടും ഈ ചെടി കൂടുതൽ പേർക്ക് അയക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഞാനതങ്ങ് നിർത്തി. അപ്പോൾ പിന്നെ ചാൻസ് കിട്ടിയിട്ട് ഞാൻ പോയിട്ടൊന്നുമില്ല. പിന്നെ ഫുൾ ടൈം ഞാൻ പിന്നെ വിചാരിച്ച് ഇത് മതിയല്ലോ, ഇത് നമുക്ക് നല്ല സാറ്റിസ്ഫാക്ഷൻ ആ സമയത്ത് തന്നുകൊണ്ടിരുന്നത്. നമുക്ക് പൈസേനേക്കാളും ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആയിരുന്നു മൊത്തം. കാരണം ഈ ചെടികളുമായിട്ടുള്ള ജീവിതം അത്രയും രസമാണ്. അപ്പോൾ അത് അറിയുന്നവർക്കറിയാം ഞാനിപ്പോൾ ഈ പറയുന്നത്, ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത്. അങ്ങനെയാണ് ഫുൾ ടൈം ഗാർഡനിങ്ങിലേക്ക് പോയതും പ്ലാന്റ് സെയിൽ എൻ്റെ പ്രൊഫഷനാക്കി ഞങ്ങൾ മാറ്റുന്നത്. ആദ്യം വീട്ടിൽ നിന്നായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്, എൻ്റെ വീട് കാട്ടിക്കുളം. അത് കഴിഞ്ഞ് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട് കോഴിക്കോടാണ്. അവിടെ ഈ ഒരു ചെടി ഇങ്ങനെ കൊണ്ടുപോകാനുള്ളൊരു ഇതില്ല. ആ ഒരു സ്ഥലത്ത് എന്ന് വെച്ചാൽ സ്ഥലം ഒരുപാടുണ്ട് ചെടി വെക്കാനൊക്കെ ആയിട്ട്. പക്ഷെ അവിടെ വെള്ളത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. വേനൽക്കാലമായ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഈ ഒരു ചെടീൻ്റെ പരിപാടി നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, വയനാട്ടിൽ തന്നെ പല സ്ഥലങ്ങളിലായിട്ട് നിന്ന് നോക്കി. എൻ്റെ വീട്ടിലെന്ന് വെച്ചാൽ വീട്ടിൽ കുറേ ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടായിരുന്നു. പക്ഷേ സെയിലിന് വേണ്ടി ചെടി ഇങ്ങനെ സെറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷനൊന്നും അവിടെ ഇല്ല, അവിടെ അത്ര സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് മാറി വാടകയ്ക്ക് നിൽക്കാൻ തുടങ്ങി. അങ്ങനെ വാടകയ്ക്ക് ആദ്യം നിന്നത് മാനന്തവാടിയിലൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടേക്കൊക്കെ നമ്മുടെ കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ വന്നിട്ടുണ്ട് ചെടി വാങ്ങാനായിട്ട്. കുറച്ച് ഉള്ളിലേക്കുള്ളൊരു സ്ഥലം. അന്ന് നമ്മൾ റെൻ്റാണല്ലോ നോക്കുക, റെൻ്റ് ഒരുപാട് കൂടരുത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആർക്കും എത്തിപ്പെടാൻ പറ്റുന്നില്ല. നമുക്കാണെങ്കിലും കൊറിയർ അയക്കാനൊക്കെ കുറേ നടന്ന് പോകണം, എന്നിട്ട് അവിടുന്ന് വണ്ടി വിളിച്ച് പോകണം. അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ വണ്ടിയൊന്നും ഇറങ്ങാത്തൊരു സ്ഥലമായിരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് മാറി ഇപ്പോൾ റോഡ് സൈഡിൽ തന്നെയാണ്. ഇപ്പം മൈസൂർ റോഡ് എന്ന് പറയും, തിരുനെല്ലി റോഡ്. വയനാട്ടിൽ മാനന്തവാടിയിൽ നിന്ന് മൈസൂരിലേക്ക് പോകുന്ന അല്ലെങ്കിൽ തിരുനെല്ലിക്ക് പോകുന്ന റോഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും. അപ്പോൾ അവിടെ ഒണ്ടേങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ ഒണ്ടേങ്ങാടിയിലൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട് വലുത്. ആ പള്ളീൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മളുള്ളത്. ആർക്കും ഈസിലി എത്തിപ്പെടാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്ഥലം ഞങ്ങൾ ചൂസ് ചെയ്തത് തന്നെയാണ്. കാരണം ആൾക്കാർ നേരിട്ട് വരുന്നുണ്ടെങ്കിൽ വന്ന് എടുത്തോട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാണ്. അങ്ങനെ ഒരുപാട് പേര് വരാറുമുണ്ട് കേട്ടോ. അപ്പോൾ പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ റെൻ്റ് ഇത്തിരി കൂടുതലാണ്. 11,000 റെൻറ്റ് വേണം നമുക്കിവിടെ കൊടുക്കാനായിട്ട്. അപ്പം അതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ചെടിയിൽ നിന്ന് തന്നെയാണ്. അല്ലാതെ ഇപ്പോൾ ഞങ്ങൾ വേറെ ജോലി ചെയ്യുന്നില്ലല്ലോ, വേറെ എല്ലാം വിട്ടിട്ടാണ്. ഞാനാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും രണ്ടുപേരും പഠിച്ചത് വ്യത്യസ്ത കോഴ്സുകളാണ്, രണ്ടുപേരും ചെയ്തുകൊണ്ടിരുന്ന വ്യത്യസ്ത ജോലികളാണ്. അത് രണ്ടും വിട്ട് രണ്ടുപേരും പഠിക്കാത്ത ഒരു ജോലിയിലേക്ക് ഇറങ്ങിത്തിരിക്കുക, അത് ശരിക്കും ഒരു ചലഞ്ചിങ് ആയിരുന്നു തുടക്കത്തിൽ. പക്ഷേ ഇപ്പോൾ അതുമായിട്ട് ഇങ്ങനെ പൊരുത്തപ്പെട്ട് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാതെ ഇങ്ങനെ നമുക്ക് അത്യാവശ്യം നമുക്ക് ഉള്ളത്, നമുക്ക് ഒരുപാട് അങ്ങനെ ബാക്കപ്പൊന്നും പൈസ വരാറില്ലെങ്കിൽ നമുക്ക് ജീവിക്കാനുള്ളത് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാറുണ്ടായിരുന്നു, അങ്ങനെ വരുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനത്തെ കുറച്ച് കമൻസൊക്കെ വരുന്നത്. അപ്പോൾ കമൻസ് വരുമ്പോൾ ആ ഒരു കമൻറ്റിൻ്റെ ഇത് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും പറയേണ്ടി തന്നെ വന്നത്. അപ്പം നമ്മളത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു ജോലിയാണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു ഇത് അങ്ങനെ നമ്മളൊരു കാര്യം ഇഷ്ടപ്പെട്ട് ചെയ്യുമ്പം അതിനെ വേറെയുള്ളൊരു നെഗറ്റീവ് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടത് കുത്തും. അപ്പോൾ നമ്മൾക്ക് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടി വരും. അങ്ങനെ കൊടുക്കുന്നതാണ് ഞാനത്. ഞാനല്ലാണ്ട് ഇതിനു മുമ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞ് പേഴ്സണൽ കാര്യം പറഞ്ഞ ഒരു വീഡിയോ പോലും ഞാൻ ഇട്ടിട്ടില്ല. നമ്മൾ ഗാർഡനിങ് ചാനലാണല്ലോ. അപ്പോൾ പിന്നെ ഗാർഡനിൻ്റെ കാര്യങ്ങളും ചെടീൻ്റെ കാര്യങ്ങൾ, ചെടി സെയില്, ചെടി കെയറിങ്, അതൊക്കെയാണ് നമ്മളെ ചാനലിലെ കണ്ടന്റുകൾ. അല്ലാതെ പേഴ്സണൽ കാര്യം ഇതിലേക്ക് വലിച്ചയക്കേണ്ട ഒരു ഫാമിലി വ്ളോഗ് പോലെ ഒന്നും ആക്കാനൊന്നും എനിക്കും താല്പര്യമില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഒന്നും പറയാതിരുന്നത്. അപ്പോൾ ഇതിപ്പോൾ പറഞ്ഞു പോയതാണ്. അപ്പോൾ നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഈ വീഡിയോ മൊത്തമായിട്ട് കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പിന്നെ കുറേ പേര് കമൻറ്റ് ഇടുന്നത് എന്താണെന്നറിയോ, ഓർഡർ ചെയ്യുമ്പം നമ്മളിപ്പോൾ ഒരു 15 ദിവസം അല്ലെങ്കിൽ 20 ദിവസം പറയാറുണ്ട്. അപ്പോൾ ആ ഒരു 20 ദിവസം എന്ന് പറഞ്ഞാൽ പ്രോസസ്സിങ്ങിനുള്ള സമയമാണ്. നിങ്ങളിപ്പോൾ ഒരു 100 പേര് മെസ്സേജായി, ഒരു 100അല്ല 1000-ന് മേലെ 4000 മെസ്സേജുകൾ ഇപ്പോൾ വായിക്കാനുണ്ട്. ഈ സൈഡിൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും മെസ്സേജുകൾ നമ്മൾ കുത്തിയിരുന്ന് വായിക്കണം. അത് വായിക്കാനുള്ള സമയം ആ 20 ദിവസത്തിലുണ്ട്. അത് വായിച്ചിട്ട് അതിൽ റിപ്ലൈ കൊടുത്ത് ആ ഓർഡർ ചെയ്യുന്ന ആൾക്കാരെ ഫിൽറ്റർ ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം. 4000-ന് അരിച്ചരിച്ച് ഒരു 20 പേരെ ഞങ്ങളതൊന്ന് കണ്ടുപിടിക്കണം. ആരൊക്കെ പേയ്മെൻറ്റ് ചെയ്യാൻ റെഡി ആണെന്നുള്ളത് അവരെ കണ്ടുപിടിച്ച് അവരത് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അഡ്രസ്സൊക്കെ എഴുതുക. പിന്നെ അവരുടെ അഡ്രസ്സ് ക്ലിയർ ആണെന്ന് ഉറപ്പ് വരുത്തുക. ഫോൺ നമ്പർ ഇല്ലെങ്കിൽ ഫോൺ നമ്പർ ചോദിക്കുക, DTDC ഏതാണെന്ന് ചോദിക്കുക. അപ്പോൾ അതിനുള്ളൊരു സമയമൊക്കെ 20 ദിവസത്തിൽ പെടുന്നത്. അങ്ങനെ നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കും, ആരൊക്കെ എന്തൊക്കെ ഓർഡർ ചെയ്തു എന്നുള്ളത് ലിസ്റ്റ് ഉണ്ടാക്കും. അങ്ങനെ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് പിന്നെ അടുത്ത പണിയെന്ന് വെച്ചാൽ അവർക്കുള്ള ചെടികൾ നമ്മുടെ ഗാർഡനിൽ നിന്ന് മാറ്റി വെക്കലാണ്. ഇപ്പോൾ ഒരാളിപ്പോൾ ഒരു പെട്രിയ മാത്രം ഓർഡർ ചെയ്യും, വേറൊരാൾ പെട്രിയ, പല ചെടികൾ, റോസുകൾ, ജമന്തി, അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഓർഡർ ചെയ്യും. അപ്പോൾ പല രീതിക്കാണ് പല ആൾക്കാർ ഓർഡർ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മാറ്റി വെക്കണം.
കാരണം ആർക്കും തികയാണ്ടായി പോകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതൊക്കെ മാറ്റി വെക്കും. പിന്നെ അതിൻ്റെ പാരലാക്കി ഞങ്ങൾക്ക് ഇവിടെ വീട്ടിലെ പണികളുണ്ട്. ഈ ചെടികൾ നനയ്ക്കണം, കള പറിക്കണം, എല്ലാ പണികളും ഞങ്ങൾ തന്നെ ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരു സ്റ്റാഫ് പോലും ഇല്ല. സ്റ്റാഫിനൊന്നും വെക്കാനുള്ളൊരു സ്റ്റേജിലേക്ക് ഞങ്ങൾ എത്തിയിട്ടില്ല. അപ്പോൾ ഞാനും ഹസ്ബൻഡും പിന്നെ ഞങ്ങൾ തന്നെയാണിത് ചെയ്യുന്നത്. പാക്കിങ്ങിന് ഇടയ്ക്ക് പുറത്തുനിന്ന് 2-3 പേരെയൊക്കെ വിളിക്കും, പാക്കിങ്ങിന് മാത്രം. അല്ലാതെ വേറെ പണികളൊന്നും അവരെ കൊണ്ട് ചെയ്യിക്കാറുമില്ല. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സമയമാണ് 20 ദിവസം എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ചെടികൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരുടെ അഡ്രസ്സ് എഴുതി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോസ് ഇടണം. വീഡിയോസ് ഇട്ടാലല്ലേ നമ്മളെ ചാനൽ അങ്ങനെ തന്നെ പോവുള്ളൂ. നമ്മുടെ ഒരു ഗാർഡൻ മുന്നോട്ട് പോകുന്നത് തന്നെ ഓൺലൈനിൽ കൂടെയാണല്ലോ. അപ്പോൾ നമ്മൾ വീഡിയോസും അപ്ഡേഷൻസും തന്നുകൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ നമുക്ക് അതും ചെയ്യണം. പിന്നെ ഉള്ള പണിയെന്ന് വെച്ചാൽ ഇത് പാക്കിംഗ് ആണ്. നമ്മൾ പാക്കിംഗ് ഇപ്പോൾ ഞാൻ ചില ദിവസങ്ങളിലൊക്കെ പറയാറുണ്ട്, നാളെ ഞങ്ങൾ 100 പേർക്ക് അയക്കും, അല്ലെങ്കിൽ നാളെ നമ്മൾ 50 പേർക്ക് അയക്കും എന്ന് പറയുമ്പം ചില ദിവസം ആ 100 എന്നുള്ളത് 120 ആവാറുണ്ട്. ചില ദിവസം 100 എന്നുള്ളത് 50-40 ആവാറുണ്ട്. കാരണം നമ്മൾ പ്ലാൻ ചെയ്യുന്നത് പോലെയല്ല ചെടി പാക്കിങ്. ഭയങ്കര റിസ്ക് ഉള്ള പണിയെന്ന് വെച്ചാൽ ഭയങ്കര റിസ്ക് ഉള്ള പണിയാണ്. ഒരു ജീവനുള്ള ചെടിയെ നമ്മളെടുത്ത് പാക്ക് ചെയ്യാണ്. അപ്പം അത് ഒട്ടും എന്താ പറയുക, കേടാവാതെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പാക്കിംഗ് ആണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് നല്ല സമയമെടുക്കും. ചില ചെടികളൊക്കെ വേഗം പാക്കിംഗ് കഴിയും. പക്ഷേ ചില ദിവസങ്ങളിൽ മിക്സഡ് പ്ലാന്റ്സ് വരുമ്പം എല്ലാ പ്ലാന്റ്സും കൂടെ എടുക്കണം. അത് മണ്ണൊക്കെ കളഞ്ഞ് അതിൻ്റെ ഉണക്കിയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നുള്ളി കളഞ്ഞ് നല്ല ഭംഗിയാക്കി പ്ലാന്റിനെ കൊണ്ടുവന്ന് അത് ഓരോന്നിനും ഓരോ പാക്കിങ്. ഇപ്പോൾ റോസിനൊക്കെ ആണെങ്കിൽ നമ്മൾ പേപ്പർ വെച്ച് പൊതിയില്ല. പക്ഷേ ജമന്തി ഡാലിയൊക്കെ ആണെങ്കിൽ ബോക്സിൻ്റെ ഉള്ളിലിരുന്ന് അഴുകിപ്പോകാൻ ചാൻസ് ഉണ്ട്. സെൻസിറ്റീവായ ഇലകൾ, തണ്ടുകൾ. അപ്പോൾ ഓരോ ചെടി ഓരോ കാറ്റഗറി എന്ന് പറയുന്ന പോലെ തന്നെ ഓരോ ചെടിക്ക് ഓരോ ടൈപ്പ് പാക്കിങ്ങാണ് വരുന്നത്. അപ്പോൾ ഈ പിന്നെയുള്ള പണി വെച്ചാൽ ഇതിനേക്കാൾ പറയാൻ വിട്ടുപോയത് ഈ പാക്കിംഗ് മെറ്റീരിയൽസ് ഒപ്പിക്കുക എന്നുള്ളൊരു ടാസ്ക് ഉണ്ട്. അയ്യോ, അങ്ങനെ കാർബോർഡൊക്കെ ഒപ്പിക്കൽ ഭയങ്കര പണിയാണ്. ഓരോ കടകളിൽ കയറി അവർ ഉപേക്ഷിക്കുന്ന സാധനമാണെങ്കിൽ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് പൈസയ്ക്കാണ് വാങ്ങുന്നത്. ആരും ഇപ്പം ആക്രി സാധനങ്ങളാണെങ്കിൽ പോലും വെറുതെ കൊടുക്കുന്നില്ല, പൈസ കൊടുത്തിട്ടാണ് അത് എടുക്കുന്നത്. അപ്പോൾ കാർബോർഡൊക്കെ പൈസ കൊടുത്ത് വാങ്ങിയാണ് എല്ലാ സാധനവും. പാക്കിംഗ് മെറ്റീരിയൽസ് എത്ര വാങ്ങുന്നുണ്ട് ഞങ്ങൾക്ക് തന്നെ അറിയാം. ടേപ്പുകളൊക്കെ ഒരെണ്ണം എടുത്താൽ നമുക്കൊരു 4 പേർക്കൊക്കെ തികയുള്ളൂ. അപ്പോൾ ആ രീതിക്ക് ഞങ്ങളത് ചുറ്റുന്നത്. കാരണം ചെടി കേടാവരുത് എന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട്. അല്ലെങ്കിൽ തട്ടിക്കൂട്ട് പാക്കിങ്ങിൽ ഒരു 2 ചുറ്റി നിങ്ങൾക്ക് അയക്കാൻ നമുക്ക് അറിയാഞ്ഞിട്ടല്ല. നമുക്ക് അത്രയും സേഫായിട്ട് നിങ്ങൾക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹവും ഒരു ആത്മാർത്ഥതയുള്ളതുകൊണ്ട് ഞങ്ങൾ അത്രയും റിസ്ക് എടുത്തിട്ട് തന്നെയാണ് ഈ ഒരു ഇത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സമയം ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നത് 20 ദിവസത്തിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ വെബ്സൈറ്റ് ഇപ്പം പണിപ്പുരയിലാണ്, അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ 1 മാസത്തിനുള്ളിൽ ആ വെബ്സൈറ്റ് ആവും എന്നുള്ളൊരു പ്രതീക്ഷ, അതെത്തിയാൽ നല്ലൊരു ആശ്വാസം ഉണ്ടാവും ഞങ്ങൾ കരുതുന്നു. കാരണം ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്കുകളൊന്നും അവിടെ വരില്ലല്ലോ. കാരണം നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാത്തൊരവസ്ഥ, നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് വായിക്കാൻ പറ്റാത്ത അവസ്ഥ, മെസ്സേജുകൾ കാണാൻ പറ്റാത്ത, മെസ്സേജുകൾ കേൾക്കാൻ പറ്റാത്തൊക്കെ ഒരവസ്ഥ, അത് ഒരു ബിസിനസ്സിനെ നല്ല രീതിക്ക് ബാധിക്കും, നെഗറ്റീവായിട്ട് ബാധിക്കും എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ വെബ്സൈറ്റ് ഉണ്ടാക്കുന്നുണ്ട്. വെബ്സൈറ്റ് ഉണ്ടാക്കുമ്പോൾ നല്ല എളുപ്പമാണ് എല്ലാവർക്കും. വെബ്സൈറ്റ് കയറുക, പ്ലാൻസ് ഓർഡർ ചെയ്യുക, എല്ലാം അതിൽ തന്നെ, പേയ്മെൻറ്റും എല്ലാം അതിൽ തന്നെ. വാട്സാപ്പായിട്ട് ഒരു ബന്ധം അതിന് വരുന്നില്ല. സമയവും നമുക്ക് ഒരുപാട് ലാഭിക്കാം. നമുക്ക് പാക്കിങ്ങിന് കൂടുതൽ സമയം കണ്ടെത്താം. നമുക്ക് ഈ ഓർഡർ കുത്തിയിരുന്ന് എടുക്കേണ്ട, എല്ലാം ഓട്ടോമാറ്റിക്കായി നടക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് നല്ല പൈസയുള്ള പരിപാടിയാണെങ്കിൽ നമ്മൾ വെബ്സൈറ്റിലേക്ക് തിരിഞ്ഞത്. പിന്നെ കുറച്ചൊന്ന് പ്രൊഫഷണൽ ആവണം തോന്നി. കുറേ പേര് പറയുന്നതാണ് നിങ്ങൾ ഒട്ടും പ്രൊഫഷണൽ അല്ല, നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ഫിറ്റ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഞങ്ങൾക്ക് ഉണ്ടാവും. കാരണം ഞങ്ങൾ പഠിച്ചത് ബിസിനസ്സല്ല, ബിസിനസ്സിൻ്റേതായ ഒന്നും പഠിച്ചിട്ടില്ല. നമ്മൾ ഡിഗ്രി പഠിക്കും, ബിടെക് പഠിക്കും, അതിൽ ഒരു സെമ്മിലെങ്ങാനും ഈ ബിസിനസ്സിനെ പറ്റി പറയുന്നുള്ളൂ. എൻ്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ കുറച്ച് മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇതൊക്കെ സ്വയം ആർജിച്ചെടുത്ത ഒന്നാണ്, ബിസിനസ് ചെയ്യാനുള്ള ഒരു ഇതൊക്കെ നമ്മൾ സ്വന്തം ചെയ്ത് നേടിയെടുത്ത ഒന്നാണ്. അപ്പോൾ ഒരു MBA പഠിച്ച ആളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾ ബിസിനസ് ചെയ്യാൻ ഫിറ്റ് അല്ല എന്ന് ഞങ്ങൾക്കും അറിയാം. പക്ഷെ അതിനെ അഡ്വാൻസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം. അപ്പം ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പം നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ ഇട്ടോ, യൂട്യൂബിലോ ഫേസ്ബുക്കിലൊക്കെ ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഓർഡർ ചെയ്തിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച ഒരു കസ്റ്റമർ സർവീസ് നമ്മുടെ അടുത്ത് നിന്ന് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അല്ലാതെ ഫസ്റ്റ് തന്നെ വന്നിട്ട് നെഗറ്റീവ് കമൻ്റ് ഇടുന്ന ഒരു ടെൻഡൻസി അത് നല്ലതല്ല. പിന്നെ അത് ഓരോരുത്തരുടെ ക്യാരക്ടറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പം എന്നോട് പറയാനുള്ളത്, ഞാൻ നിങ്ങളുടെ പൈസ വാങ്ങിയിട്ട് നിങ്ങൾക്ക് പ്ലാൻസ് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്നോട്
പറയാം, നിങ്ങളുടെ പരാതികൾ പറയാം, അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഓർഡർ ചെയ്യാൻ വരുമ്പോൾ തന്നെയുള്ള ഈ ഒരു രീതി അത്ര നല്ലതല്ല. ഇനിയിപ്പോൾ കിട്ടാനുള്ളവർ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം, പ്ലാൻസ് കിട്ടാനുള്ളവർ. അപ്പോൾ അവർക്കൊക്കെ ഞാൻ ഇന്നലത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാത്തിൻ്റെയും ബുക്ക് ചെയ്തത് നമ്പർ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ട്രാക്കിംഗ് ID നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കും ഇൻസ്റ്റയിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ട്രാക്കിംഗ് നമ്പർ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെടുത്ത് നോക്കുക. നിങ്ങളത് ഇവിടുന്ന് അയച്ചോ എവിടെ എത്തി എന്നുള്ളത് നിങ്ങളെടുത്ത് നോക്കുക. അപ്പോൾ അത് കുറച്ചുകൂടി എളുപ്പമാണല്ലോ. വെബ്സൈറ്റ് വരുന്നത് വരെ നമുക്ക് അങ്ങനെ പോകാമെന്ന് വിചാരിക്കുന്നു. അത് കുറച്ചുകൂടി എളുപ്പമാണ്. ഓർഡർ ചെയ്ത 2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ട്രാക്കിംഗ് ID കിട്ടും. അഡ്രസ്സ് എഴുതി ഉടനെ തന്നെ നിങ്ങൾക്ക് ട്രാക്കിംഗ് ID കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയാൽ മതി. നമ്മൾ എന്നാണ് പാക്ക് ചെയ്ത് അയക്കുന്നത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട. ചിലർ പറയും നിങ്ങൾക്ക് റീച്ച് ഉണ്ടാക്കാനാണ്, നിങ്ങൾ സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അതൊന്നുമല്ല, നിങ്ങൾക്ക് കറക്റ്റ് അപ്ഡേഷൻ കിട്ടാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അല്ലാതെ റീച്ചിനാണെങ്കിൽ വീഡിയോ അല്ലേ ഇടുക. വീഡിയോ ഒരാൾ കണ്ടാലേ പൈസ കിട്ടുള്ളൂ യൂട്യൂബിൽ നിന്ന്. അതും ഒരു 5000-10000 പേരൊക്കെ കണ്ടാലാണ് 1 രൂപയൊക്കെ കിട്ടുക. അതൊക്കെ യൂട്യൂബിൽ നിൽക്കുന്നവർക്ക് അതിൻ്റെയൊക്കെ ഇത് അറിയുള്ളൂ. അതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു പോവാണ്, ഇതൊന്നും പറയേണ്ട ഒരു ആവശ്യമില്ല, എന്നാലും പറഞ്ഞു പോയതാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ വീഡിയോ അവസാനം വരെ കണ്ടവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇത്രയും ലെങ്ത് വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ചാനലിലിടുന്നത്. അപ്പോൾ ആരെങ്കിലും ഇത് ഫുള്ളായിട്ട് ഇരുന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവരോട് താങ്ക്സ്, ഇത്രയും കേട്ടിരുന്നതിന്. പിന്നെ നിങ്ങൾക്ക് ചെടികളൊക്കെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് നിർബന്ധമില്ല, ചെടികൾ ഇഷ്ടമാണെങ്കിൽ മാത്രം. പിന്നെ എൻ്റെ പ്രസൻറ്റേഷനും ഒക്കെ ഇഷ്ടമാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. നിർബന്ധിച്ച് ആരെ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കില്ല. ഇനിയിപ്പോൾ ചെടികളൊക്കെ കണ്ടിട്ട് ചെടികളുടെ ഭംഗി കണ്ട് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സാപ്പിൽ വന്നിട്ട് ഓർഡർ ചെയ്യുക. അതും കുറച്ച് കാലത്തേക്ക് മാത്രം, അത് കഴിഞ്ഞാൽ അത് വെബ്സൈറ്റിലേക്ക് മാറും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ പറയാൻ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്. അപ്പോൾ നെഗറ്റീവ് കമൻറ്റ് ഇടുന്നവർ, കമൻറ്റിൻ്റെ അല്ല, നെഗറ്റീവായിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നവരൊന്ന് ജസ്റ്റ് ഒന്ന് ചിന്തിക്കട്ടോ. ഞാൻ എന്തിനീ കുട്ടീനെ ഇങ്ങനെ പറയണം, അവരെന്നെ എന്ത് ചെയ്തു, എനിക്കൊരു സാധനം വേണമെങ്കിൽ ഞാനത് വാങ്ങുക അല്ലെങ്കിൽ വാങ്ങാതിരിക്കുക. അത് എനിക്ക് ഓപ്ഷൻ ഉണ്ടെന്നുള്ള നിങ്ങൾ എല്ലാവരും ചിന്തിക്കുക. സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ, കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ ചിന്തിക്കുക. നിങ്ങൾക്കൊരു സാധനം വേണമെങ്കിൽ പോയി ഓർഡർ ചെയ്യുക, വേണ്ടെങ്കിൽ വേണ്ട, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് വെറുതെ പോയിട്ട് ഒരാളെ ചീത്ത വിളിക്കുന്നതിനാ. അപ്പോൾ ആ ഒരു രീതി എല്ലാവരും ഒഴിവാക്കുക കേട്ടോ.